വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിന് മുന്നോടിയായി തൈക്കാട്ടുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടന്ന ദേശതാലപ്പൊലി ഭക്തിസാന്ദ്രമായി. ഉദയനാപുരത്തെ 4 NSS കരയോഗങ്ങളുടെ നേതൃത്വത്തിലാണ് ദേശതാലപ്പൊലി നടക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിൽ ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്ത് പാട്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിന് മുന്നോടിയായി തൈക്കാട്ടുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് ദേശതാലപ്പൊലി നടന്നു. ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും തൈക്കാട്ടുശ്ശേരി പുന്നകീഴിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ ദേശതാലപ്പൊലി നടന്നത്. ഉദയനാപുരത്തെ 4 NSS കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശതാലപ്പൊലി വടക്കുപുറത്തു പാട്ടിന്റെ വിളംബരമാണ്. വൈക്കം ദേശത്തിന്റെ ദേശദേവതകളായ തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലും മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലും വൈക്കം ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്കുപുറത്തുപാട്ട് വിവരമറിയിക്കുന്ന ചടങ്ങാണ് ദേശതാലപ്പൊലി. ഉദയനാപുരം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ദീപം തന്ത്രി കിഴക്കിനേത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി കുത്തുവിളക്കിലേക്ക് പകർന്നു. മലയാറ്റൂർ കുടുംബത്തിന്റെ പ്രതിനിധി നികുഞ്ചത്തിൽ MC ഹരിക്കുട്ടൻ ദീപം ഏറ്റുവാങ്ങി അവകാശികൾക്ക് കൈമാറി. കാൽനടയായും ജങ്കാറിലും പുറപ്പെട്ട് ദീപാരാധനയ്ക്ക് മുന്നായി താലം തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കുപുറത്തുപാട്ട് പുനരാരംഭിച്ച ശേഷം 6ാം തവണ നടക്കുന്ന ദേശതാലപ്പൊലിയിൽ 100 കണക്കിന് വനിതകൾ പങ്കെടുത്തു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നടത്തിയ താലപ്പൊലി ചടങ്ങുകൾക്ക് NSS വൈക്കം യൂണിയൻ പ്രസിഡന്റ് PGM നായർ, സെക്രട്ടറി അഖിൽ R നായർ, കൺവീനർമാരായ A സോമൻ, R വിജയകുമാർ, MC ഹരിക്കുട്ടൻ, N ശിവൻ, GVK നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏപ്രിൽ 1-ന് മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും താലപ്പൊലി നടക്കും. വൈക്കം ക്ഷേത്രത്തിൽ ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്തു പാട്ട് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വൈക്കം. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,